ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു പ്രൊമോ ആട്ടോ വന്നിരിക്കുന്നത്. ക്രഷും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. കൺമണി, നീ ഇതൊന്നും വിശ്വസിക്കേണ്ട. കാരണം മാനസയും ഞാനും തമ്മിലുള്ള ഒരു അഭിനയം മാത്രമാണ്. നിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കിതൊക്കെ അല്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ ഒന്നും വിഷമിക്കരുത്, നിന്നെ എനിക്ക് തന്നെ വേണം, അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നു. പിന്നെയും ദേവ്ജി കൃഷ്ണനെ കാണാനായിട്ട് പോകുന്നു കേട്ടോ. എന്താണ് ആ മൂന്ന്, അതായത് കൺമണിയുടെ അമ്മായിമാരെ സസ്പെൻഡ് ചെയ്യാനായിട്ട് കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാനസയാണല്ലോ ഇതിന് കാരണം. അവരെന്ത് തെറ്റ് ചെയ്തു? എന്താണ് അവരുടെ തോന്നിവാസത്തിനൊക്കെ നീ കൂട്ടു നിൽക്കുകയാണോ? അതൊന്നും ചെയ്യാൻ പാടില്ല. ഇത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ജോലിയിൽ നിന്ന് അവരെ തിരിച്ചെടുക്കണം എന്ന രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ വരുണിൻ്റെ കാര്യമാണ് നമുക്കറിയേണ്ടത്. കൺമണിയെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വീടും സ്ഥലവും അത് ആ വരുണിൻ്റെ പേരിൽ നിന്ന് നമ്മുടെ പേരിലേക്ക് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ദേവ്ജി എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത് കൃഷ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചാൽ പോരാ, ഒരാളെ ഇറക്കണമെന്ന് പറയുന്നു. ആരെ എന്ന് ചോദിക്കുമ്പോഴത്തേനും ചെകുത്താനും അതുപോലെ മാലാഖയെ പോലെയുള്ള ഒരു വ്യക്തി, രണ്ട് അവൻ അയാൾ വിചാരിച്ചാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. വരുണിൻ്റെ പക്കൽ നിന്ന് ആ വീടും സ്ഥലവും കൺമണിയുടെ പക്കൽ തന്നെ എത്തിക്കാൻ അതിനുള്ളൊരു മാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ ദേവ്ജി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അദ്ദേഹം വരികയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ഈ വീടിൻ്റെ ഉടമ ആരാന്ന് ചോദിക്കുമ്പോഴത്തേനും ഇത് വരുണിൻ്റെ വീടാണ്, ഞങ്ങളുടെ അല്ല, ഞങ്ങളിവിടെ താമസക്കാർ മാത്രമാണ്, വരുണിൻ്റെ പേരിലുള്ള വീടാണെന്ന് പറയുന്നു കേട്ടോ. അതുകൊണ്ട് എന്താ ഈ വീട് വിൽക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഈ വീട് വിൽക്കില്ല, അവൻ സമ്മതിച്ചാൽ മാത്രമേ പറയുന്നു, അവനൊരിക്കലും അത് സമ്മതിക്കുകയില്ല. അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളല്ലല്ലോ, വരുണല്ലേ, ഞാൻ വരുണിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും ഒന്ന് ഞെട്ടിക്കുന്നുണ്ട് അദ്ദേഹം. അതിനുശേഷം വരുണിനോട് എത്ര വില കൊടുത്തിട്ടാണെങ്കിലും ആ വീടും സ്ഥലം തൻ്റെ പേരിൽ വേണമെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വരുണും വരുണിൻ്റെ അച്ഛനും ആ രീതിയിൽ വീടാട്ടോ. ഇയാളെ എല്ലാവർക്കും നല്ല പരിചയമുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല ഇദ്ദേഹത്തോട് മത്സരിക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളത് വരുണിനും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് വരുണ് സമ്മതിക്കാട്ടോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് തന്നെ തരാം, എത്ര പൈസ വേണമെങ്കിലും തരാമെന്നല്ലേ പറഞ്ഞത്, ആ രീതിയിൽ തന്നെ ഡീൽ ഉറപ്പിക്കാം എന്നൊക്കെ. അങ്ങനെ കൺമണിക്ക് തന്നെ ആ വീടും സ്ഥലം സ്വന്തമാകാൻ പോവാട്ടോ. ഇനി ആരും തന്നെ അവരെ ഇറക്കി വിടുന്നില്ല. അമ്മായിമാരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു എപ്പിസോഡായിട്ടോ നമുക്കിനി വരാനായിട്ട് പോകുന്നത്. ദേജിയാണ് എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത്. ഇത്രയും കാണിച്ചു വിശേഷം കഴിയുന്നത് എപ്പിസോഡായിട്ട് നമുക്ക് നാളെ കാണാം.